ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാനാണ് പോകുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഡാൻസും ഇതൊക്കെ വീഡിയോസ് എടുക്കുന്നില്ലേ, അപ്പോൾ അത് എവിടെയെന്നുള്ള ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഹോം ടൂർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ടെറസ് ടൂറാണ് വരുന്നത്. ടെറസിൻ്റെ മുകളിൽ ഞാൻ വീഡിയോ എടുക്കുന്നത്, അതൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടെറസിൽ ഒരാളാടി ഉണ്ട്. ഞാൻ ഡോറ് തുറക്കട്ടെ. ഡോറ് തുറന്നാൽ പുള്ളിക്കരത്തിന് കാണുള്ളൂ. എന്താ ഡോറ് തുറന്നപാട് ഒരാളിപ്പോൾ ഓടി വരുവേ. ഇയാളിതാ കണ്ടോ, റൂണി 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 റൂണി. ഇതാണ് റൂണി. എൻ്റെ കൂടെ ഡാൻസിന് സപ്പോർട്ടായിരിക്കുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇത് ഞാൻ ഇവിടുന്നാണ് വീഡിയോ എടുക്കൽ. ഇവിടെ എൻ്റെ ഒരു ചെയറൊക്കെ ഉണ്ട്, ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെയറിനകത്ത് ഞാൻ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ ചെറിയ സ്റ്റാൻഡ് വെച്ച് ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇതാണ് സംഭവം കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് എപ്പോഴും വീഡിയോ എടുക്കുന്നത്. പുറത്തൊന്നും എടുക്കലുണ്ട്, അല്ലാണ്ട് ഇവിടെ സമയം വേണ്ടേ. ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡാൻസിൻ്റെ എന്തെങ്കിലുമായിട്ട് വീഡിയോ എടുക്കണ്ടേ. ഞാൻ ഇതുപോലെ ഈ സ്റ്റാൻഡിൽ, പക്ഷെ നല്ലൊരു കാറ്റ് വന്നാൽ ഇത് വീണ് തോടുകൂടിയാവേ, അത് വേറെ കാര്യം. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ വെക്കും. ഇതിനകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം മറ്റേ ഫോണിൽ പാട്ടാടെ വെച്ചിട്ടാണ് ചെയ്യാം. ഇപ്പോൾ റൂണിയുടെ ഉണ്ടാവും. റൂണി ഇങ്ങോട്ട് വാ. റൂണിയായിട്ട് തട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കഥ കഴിയുകൊണ്ട് എനിക്ക് റൂണിയെ പേടിയാണ്. ഇങ്ങ് വാ റൂണി, ഇങ്ങ് വാ, ഇങ്ങ് വാ, വാ ഇങ്ങോട്ട് വാ. റൂണി കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ഡാൻസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് റൂണിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഡാൻസിലും റൂണി ഉണ്ടാവലുണ്ട് മിക്കവാറും. റൂണി ഞാൻ ഡാൻസ് ചെയ്യുന്ന ഇങ്ങനെ വാച്ച് ചെയ്ത് ഇങ്ങനെ ക്യാമറ വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി കളിക്കുകയാണ്. ഒരു വീഡിയോൻ്റെ അകത്ത് ഈ ചെയറിൻ്റെ കണിക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് വീഡിയോ എടുത്തത്, എന്താ കാണുന്നത്. ഈ ചെയർ ഞാൻ നോക്കിക്കാണ്ട് അങ്ങോട്ട് തിരിച്ച് വെച്ചുകൊണ്ട് ചെയർ അതിൽ കാണുന്നുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡാൻസിൻ്റെ വീഡിയോ കണ്ടത്. അപ്പോൾ റൂണി നോക്കുന്നുണ്ട്. റൂണിക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്, എന്തോ വീഡിയോ എടുക്കുന്നതെന്നുള്ളത്. നല്ല രീതിയിൽ പോസ് ചെയ്തിരിക്കുന്നുണ്ട്. വാ റൂണി, ഇതാ നിന്നെ റൂണിക്ക് എന്നാ ഇഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനെ ഊഞ്ഞാലാട്ടാനും ഇങ്ങനെ ചാടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അല്ലേ റൂണി? അല്ലേടി? ഓ ഇതാ നിന്നെ വിളിക്കുന്നു റൂണി, നിന്നെ വിളിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടി എടി, ഇങ്ങോട്ട് നോക്കടി. അയ്യേ ഇതാ ക്യാമറയിൽ നോക്കിയതാ കണ്ടോ? ഒരു ഡാൻസ് കളിക്കുക. ക്യാമറയിൽ നോക്കിയിട്ട് ഒരു ഡാൻസ് കളിക്കുക. ഒരു ഡാൻസ് കളിച്ച് കാണുന്നുണ്ടോ ക്യാമറയിൽ റൂണീന? ഉണ്ടോ? ഡാൻസ് കളിക്കോടി. ഓ അതിലേക്ക് എത്തി നോക്കുന്നത്. അതോ ഇപ്പൊ അതിൻ്റെ ഉള്ളിലെത്തുക. അവള് ക്യാമറേൻ്റെ ഉള്ളിലെത്തോള്. റൂണിക്കെല്ലാം ഇഷ്ടം അറിയാം അല്ലേ? ഇതാണ് റൂണീൻ്റെ ഇഷ്ടവിനോദം. റൂണി ഇങ്ങനെ ഊഞ്ഞാൽ, ഇതാണ് ഇവിടെ മെയിൻ ഹോബി. കഴിഞ്ഞ മതിയാ? വാ നടക്ക്, വാ വീഡിയോ എടുക്കാനോ ഡാൻസിന്റെ വീഡിയോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോയുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ്, കാരണം എന്താ വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണ്ട ഇതെടുക്കാൻ. അപ്പോൾ എല്ലാവരും
ചോദിക്കും ഇത് എപ്പോൾ ഈ വീഡിയോയിൽ എടുക്കുന്നത്, എങ്ങനെ സമയം കിട്ടുന്നില്ല എല്ലാവരും ചോദിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും 9 to 5 ഡ്യൂട്ടിയിലല്ലേ. ആകെ കിട്ടുന്നൊരു ലീവ് എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പോൾ അന്ന് പറ്റുന്ന എന്തെങ്കിലും വീഡിയോ എടുക്കും. അതുപോലെ തന്നെ അല്ലാത്ത സമയം വന്നിട്ട് ഇവിടെ വന്നിട്ട് എടുക്കുക. കാരണം ചിലപ്പോൾ മോളും ഉണ്ടാവില്ല, വീഡിയോ എടുത്തുതരാൻ ആൾ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കാട്ടിട്ട് ഒപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസിലൊന്ന് കാണണം, ഷോർട്സിലൊന്ന് കാണണം. ലൈക്കെല്ലാം ആരും കമൻ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, കുറച്ച് പേര് കമൻ്റൊക്കെ ചെയ്യും. അപ്പോൾ ലൈക്കും കമൻറ്റും എല്ലാവരും ചെയ്യണം, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നല്ല വ്യൂ ആണ്. കാരണം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ടെറസിൽ വന്നിട്ട് എടുക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ചുറ്റും കവുങ്ങും തെങ്ങും ഒക്കെ ആയതുകൊണ്ട് നല്ല വ്യൂ ആണ്. പിന്നെ ആ സൈഡിലേക്ക് അങ്ങോട്ടേക്ക് വരുന്നത് വയലാണ്. ആ വയലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നെന്തായാലും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്നാലും വീഡിയോസിൽ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ ബൈ.